കേരള ഗാന വിവാദത്തിൽ വാഗ്ദാന ലംഘനം നടത്തിയിട്ടില്ല എന്ന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. ശ്രീകുമാരൻ തമ്പിയോട് ഗ്യാരണ്ടി നൽകാതെ പാട്ട് ചോദിക്കാൻ അക്കാദമി സെക്രട്ടറിയോട് നിർദ്ദേശിച്ചത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയാണ്. ആ പാട്ട് പറ്റില്ല എന്ന് കണ്ടെത്തിയത് അവർ കൂടി ഉൾപ്പെട്ട കമ്മിറ്റിയാണ്. വസ്തുനിഷ്ഠമായ കാരണങ്ങളാൽ തമ്പിയുടെ ഗാനം അംഗീകാരയോഗ്യമായി കരുതിയില്ല എന്നും സച്ചിദാനന്ദൻ പറയുന്നു. MS ലിഷോയ് ഉണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, ശ്രീകുമാരൻ തമ്പി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഗാനം, കേരള ഗാനം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തില്ല, എന്തുകൊണ്ട് റിജക്ട് ചെയ്യപ്പെട്ടു, ആ ഒരു മറുപടി തനിക്ക് ലഭിച്ചില്ല എന്നാണ്. അതിലെന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ വിവാദമായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണവും. അതുപോലെ തന്നെ തുടർന്ന് തന്നെ നടത്തിയ സാഹിത്യ അക്കാദമി സെക്രട്ടറിയുടെയും പ്രസിഡന്റിൻ്റെയും എല്ലാം തന്നെ പ്രതികരണങ്ങളെല്ലാം തന്നെ വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോഴും താൻ കൃത്യമായ തൻ്റെ ഉള്ളിലുള്ള മറുപടിയല്ല പറഞ്ഞതെന്നാണ് സച്ചിദാനന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഗ്ദാനങ്ങളുടെ ലംഘനം നടത്തിയിട്ടില്ലെന്നാണ് കെ സച്ചിദാനന്ദൻ വ്യക്തമാക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിക്ക് ഒരു ഗ്യാരണ്ടിയും നൽകാതെ അദ്ദേഹത്തെ ഈ കേരള ഗാനം എഴുതുന്നതിന് വേണ്ടി ക്ഷണിക്കണം എന്നാണ് താൻ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചതെന്നാണ് കെ സച്ചിദാനന്ദൻ പറഞ്ഞത്. പക്ഷേ ആ പാട്ട് പറ്റില്ല എന്ന് കണ്ടെത്തിയത് ഈ ഒരു വിദഗ്ധ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ആണ് ഇത്തരത്തിൽ ഈ പാട്ട് കൃത്യം, അതായത് ആവശ്യം ഉള്ള രീതിക്കല്ല എന്ന് കണ്ടെത്തിയതെന്നാണ് സച്ചിദാനന്ദൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത്. വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് പലപ്പോഴും പ്രചരിക്കപ്പെടുന്നത്. അത് തൻ്റെ അഭിപ്രായമല്ല. അതിനോടൊപ്പം തന്നെ താൻ ഈ ഒരു വിവാദത്തിന്, ഇത്രയും വലിയ വിവാദത്തിന് താൻ നിന്നുകൊടുക്കാനായി താല്പര്യപ്പെടുന്നുമില്ല എന്നും കെ സച്ചിദാനന്ദൻ വ്യക്തമാക്കുന്നു. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഗാനം തിരസ്കരിച്ചത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതികരിച്ചപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം തിരസ്കരിച്ചിട്ടില്ല, പക്ഷേ അതൊരു പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ഹരിനാരായണൻ്റെ ഗാനം അത് ശരിയായില്ല അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഈ കമ്മിറ്റി തന്നെ വീണ്ടും അത് പരിഗണിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വ്യക്തിപരമായ ഒരുപാട് അപമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏൽക്കേണ്ടി വന്നു എന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്. രാഷ്ട്രീയമായും ഇത് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. അതിന് തനിക്ക് വളരെയേറെ വിഷമമുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ശരി,